ഇന്ന് വലിയൊരു സന്തോഷത്തിൻ്റെ ദിവസമായിരുന്നു. സഞ്ചാരികളായ ഒരു കൂട്ടം സ്നേഹിതർ നമ്മുടെ വലിയ വനസഞ്ചാരിയായ എന്നെ നസീറിനോടൊപ്പം എൻ്റെ വീട്ടിൽ വന്നു. ഞങ്ങൾ ഒരുമിച്ച് അടുത്ത ദിവസങ്ങളിൽ പോയിട്ടുണ്ട്. കാട്ടിലും മലയിലും മഴയിലും വെള്ളച്ചാട്ടങ്ങളിലും ഒക്കെ സഞ്ചരിച്ചത് വന്നതാണ്. അതിന് തുടർച്ചയായിട്ട് ഇന്ന് കോട്ടയത്തുള്ള എൻ്റെ വീട്ടിലും ഞങ്ങൾ രാവിലെ മുതൽ കൂടി 4 മണി വരെയും വലിയ സന്തോഷമാണ്. പാട്ടും സ്നേഹ പങ്കിടലും ഭക്ഷണവും കുട്ടികളുണ്ടായിരുന്നു, സ്ത്രീകളും പുരുഷന്മാരും ഉണ്ടായിരുന്നു. എല്ലാവരും അവരുടെ സ്നേഹവും സന്തോഷവും അവർക്ക് ലഭിച്ചിരിക്കുന്ന പലതരം താലന്തുകളുണ്ട്, ദൈവദാനങ്ങളുണ്ട്. അതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങൾ പങ്കുവെച്ചു. പ്രത്യേകിച്ചും മ്യൂസിക്. അതുപോലെ തന്നെ നസീർ അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ ചിത്രങ്ങൾ, വന ചിത്രങ്ങൾ, അതായത് വലിയ വന്യജീവികളെന്ന് നമ്മൾ പറയുന്ന ആനയും കടുവയും കരടിയും പോലുള്ള ജീവികളുടെ തൊട്ട് മുമ്പിൽ പോയി നിന്ന് സ്നേഹപൂർവ്വം അവരുടെ ചിത്രങ്ങൾ എടുത്തത്, അതെല്ലാം ഞങ്ങൾ കണ്ടു. അതുകൊണ്ട് ഇന്നത്തെ ദിവസം ധന്യമായി. എനിക്ക് പ്രത്യേക സന്തോഷമുണ്ട്. ഞങ്ങളുടെ പ്രിയ സുഹൃത്ത് ബിന്നി റോബർട്ട് രാവിലെ മുതൽ ഞങ്ങളുടെ കൂട്ടായ്മയിലുണ്ടായിരുന്നു. അതൊരു വലിയ സന്തോഷമാണ്. എല്ലാവർക്കും നല്ല ആശംസകളും സ്നേഹവും. ഹലോ ഫ്രണ്ട്സ്, ഇപ്പോൾ നിങ്ങൾ കണ്ടതും കേട്ടതും കോട്ടയം ദേവലോകത്തുള്ള ഫാദർ ഡോക്ടർ KM ജോർജ് അച്ഛൻ്റെ വാക്കുകളാണ്. കഴിഞ്ഞ ദിവസം അച്ഛൻ്റെ ഭവനത്തിൽ ഒന്ന് ഒത്തുകൂടാനുള്ള ഭാഗ്യം എനിക്കുണ്ടായി. കേരളത്തിലെ കാടുകളിലൂടെ സഞ്ചരിച്ച് അവിടുത്തെ ഓരോ ജീവജാലങ്ങളെയും ക്യാമറയിൽ ഒപ്പിയെടുത്ത് അവയെക്കുറിച്ച് എഴുതിയും തൻ്റെ ജീവിതം തന്നെ പ്രകൃതി സംരക്ഷണത്തിനായി ഒഴിഞ്ഞുവെച്ച വ്യക്തി എന്ന നിലയിൽ വളരെ പ്രമുഖനായ NA നസീർ സാറും അദ്ദേഹത്തിൻ്റെ കുറച്ച് സുഹൃത്തുക്കളും ഈ ഒരു കൂട്ടായ്മയിൽ പങ്കാളികളായിരുന്നു. അവരോടൊപ്പം ചെലവഴിക്കാൻ എനിക്ക് കിട്ടിയ ആ കുറച്ച് സമയത്തിലെ കുറച്ച് വിശേഷങ്ങളാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അച്ഛൻ്റെ വീട്ടിലേക്ക് നമ്മൾ കയറുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു പോസിറ്റീവ് വൈബാണ്. നല്ല പച്ചപ്പ് നിറഞ്ഞൊരു വീടാണ്. കുറേ ചെടികളും മരങ്ങളും പൂക്കളും എല്ലാം കൊണ്ടും അതിമനോഹരമായ ഒരു കാഴ്ചയാണ് നമുക്ക് അച്ഛൻ്റെ ഭവനത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ കാണാനായി. വീടിനകത്തേക്ക് കയറിയാൽ കാണുന്ന അച്ഛൻ ചെയ്ത പെയിൻറ്റിങ്ങുകളും മറ്റ് കലാരൂപങ്ങളുമാണ് ഈ കാണുന്നത്. എവിടെ നോക്കിയാലും അച്ഛൻ ചെയ്ത പെയിൻറ്റിങ്ങുകളും അതുപോലെ കരിങ്കല്ലുകൾ, അതുപോലെ തന്നെ പലക, കൊതുമ്പ്, അങ്ങനെ പല അച്ഛൻ്റെ കയ്യിൽ കിട്ടുന്ന എന്തും അച്ഛൻ ഇതുപോലെ വളരെ മനോഹരമായ, അതുകൊണ്ട് ഒരു കലാസൃഷ്ടി തന്നെ ഉണ്ടാക്കുന്ന കാഴ്ചകളാണ് നമുക്ക് ഈ കാണാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ തന്നെ എവിടെ നോക്കിയാലും പുസ്തകങ്ങളുടെ ഒരു കാഴ്ചയും നമുക്ക് കാണാനായിട്ട് സാധിച്ചു. രണ്ട് കോഞ്ഞാട്ടകളാൽ അച്ഛനുണ്ടാക്കിയ കോഞ്ഞാട്ട പക്ഷികളാണ് ഈ കാണുന്നത്. ഞങ്ങളുടെ കൂട്ടത്തിലുണ്ടായ നല്ല മിടുമിടുക്കരായ ഈ കൊച്ചുകുട്ടികൾ അവരുടെ വിസ്മയിപ്പിക്കുന്ന ആ കലാവിരുതും അവിടെ ഇരുന്ന് പടം വരച്ചും അതുപോലെ തന്നെ നല്ല പാട്ടുപാടിയും കവിതകൾ ചൊല്ലിയും എല്ലാം ഞങ്ങളെ സന്തോഷിപ്പിച്ചു.
ഈ കണക്കൊക്കെ ഇട്ടാലേ അല്ലേ നേരെ താഴെ ഇരിക്കും. നന്ദി ചൊല്ലി തീർക്കുവായി ജീവിതം പോരാ കഷ്ടപ്പാടിൻ കാലങ്ങളിൽ രക്ഷിക്കുന്ന സ്നേഹമോത്താം എത്ര സ്തുതിച്ചാലും ദൈവസ്നേഹം നന്ദി ചൊല്ലി തീർക്കുവായി ജീവിതം പോരാ വിലപ്പെട്ട നിമിഷങ്ങളാണ്. കാരണം നമ്മളെല്ലാവരും കാട്ടിൽ, വെള്ളച്ചാട്ടത്തിൽ, കൊടുങ്കാറ്റിൽ, മഴയൊക്കെ ഒരുമിച്ചിരുന്നു. വീണ്ടും ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല എത്ര പെട്ടെന്ന് വീണ്ടും നമുക്ക് ഒരുമിച്ച് കാണാൻ സാധിക്കുന്നു. നസീർമാഷോടും എല്ലാ സുഹൃത്തുക്കളോടും ആദ്യമായിട്ട് നന്ദി അറിയിക്കുന്നു. അതുപോലെ വലിയ സന്തോഷം നിങ്ങൾ എല്ലാവരെയും ഈ വീട്ടിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇത് വീടെന്ന് പറഞ്ഞാൽ പോരാ, കാരണം ഞാൻ നേരത്തെ പറഞ്ഞു ഞങ്ങളുടെ സ്ഥലത്തിൻ്റെ ഒരു ദേവലോകമാണ്. അപ്പോൾ ദേവലോകത്തിലേക്ക് ഞങ്ങളെ വിളിച്ചിരിക്കുകയാണ്. കോഴിക്കോട്ട് ഞങ്ങൾ ദേവലോകത്തിന് പോയെന്ന് പറഞ്ഞാൽ ആളുകൾ അല്പം പേടിക്കും. കോഴിക്കോട്ടുകാരും കോട്ടയ്ക്കൽക്കാരും ഒക്കെ സൂക്ഷിച്ചോളൂ. നമ്മുടെ ചില സ്നേഹിതരോട് വരുന്നുണ്ട്. അനിൽ മാത്യു അദ്ദേഹം പേര് ഫൈനാൻസ് ഓഫീസറായിരുന്നു. എൻ്റെ അയൽവക്കമാണ് നമ്മുടെ സ്നേഹിതൻ. റോഡി വരും, അതുപോലെ അലക്സ് അച്ഛനെ കഴിഞ്ഞ് വരും. ഞാൻ ദീർഘമായിട്ടൊന്നും പറയുന്നില്ല. കുഞ്ഞുങ്ങൾ വന്നത് വലിയ സന്തോഷമുണ്ട്. കാരണം എനിക്ക് അത്ഭുതം തോന്നുന്നു. അവർ വന്ന ഉടനെ തന്നെ പേപ്പർ ചോദിച്ചു, പെയിന്റ് ചോദിച്ചു, അവിടെ പെയിന്റിങ് തുടങ്ങി. എന്നിട്ട് എത്ര പെട്ടെന്നാണ് മനോഹരമായ കലാസൃഷ്ടികൾ അവിടെ വന്നത്. എൻ്റെ പാട്ട് ഞങ്ങൾക്ക് തോട്ട് കുഴപ്പമൊന്നും അദ്ദേഹം പറയുന്നു, പക്ഷെ നമുക്ക് അതൊന്നും അത് പ്രശ്നമല്ല. അതുകൊണ്ട് ശരിയാണെങ്കിൽ എന്തായിരിക്കും നിങ്ങൾ ആലോചിക്കുക. വളരെ സന്തോഷം. അതുകൊണ്ട് എനിക്ക് ഇതുപോലെ ഷെയർ ചെയ്യാനായിട്ട് അവസരങ്ങളുണ്ട്. അതുകൊണ്ട് വീട്ടിലേക്ക് എല്ലാവരെയും സന്തോഷത്തോടെ ക്ഷണിക്കുന്നു. ഞാനിപ്പോൾ ഒറ്റയ്ക്കാണ് ഇവിടെ താമസം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഇന്നത്തെ 10-15 വർഷം മുമ്പ് വിട്ടുപോയി. കുട്ടികളുണ്ട് രണ്ടുപേര്. അത് രണ്ടുപേരും ഒരാൾ തിരുവനന്തപുരത്തുണ്ട്, ഒരാൾ സൗദി അറേബ്യയിൽ നമ്മുടെ എംബസിയിലാണ്. അവരൊക്കെ ഇടയ്ക്കിടയ്ക്ക് വരും. അതുകൊണ്ട് നമ്മൾ ഒറ്റയ്ക്ക് താമസിക്കുകയും പണം വരയ്ക്കുകയും ഒക്കെ ചെയ്തു. പിന്നെ ഇവരൊക്കെ എന്തുകൂടെ എപ്പോൾ വിളിച്ചാലും നമ്മുടെ അയൽവക്കത്ത് ധാരാളം പേരുണ്ട് കേട്ടോ. അതുകൊണ്ട് അതാണ് എനിക്കൊരു സന്തോഷം. പിന്നെ മനോഹരമായ ഒരു പ്രകൃതി നമ്മുടെ ഭാഗത്ത് കാണാം. ഒരു 6 മാസം കായലായിട്ടും 6 മാസം ഞാറൊക്കെ വന്നപ്പോൾ പച്ചയായിട്ടും കാണും. ഇവിടെ കോഴി നേർച്ചയുണ്ട്. ഒരു 6500 കിലോ കോഴി കൊടുത്ത ആളാണ്. ചൈനയിൽ ജപ്പാനിൽ യൂറോപ്പിലൊക്കെ എടുക്കുകയാണ്. അപ്പോൾ ഒരു താഴ്ചയിൽ ഒരു ലേഡി വർഷങ്ങൾക്ക് മുമ്പ് വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. ദുബായിൽ അവർ ചൈനയൊക്കെ പോയി താഴ്ച പഠിച്ചാണ്. അപ്പോൾ അവരുടെ കൂടെ നമ്മൾ മനോഹറിന്റെ പാമ്പാക്ഷോളിൽ അവർ പിന്നെ ബാങ്ക് കൂടി വന്നിട്ട് നമ്മൾ പാമ്പാക്ഷോളിൽ അന്ന് കാട്ടിൽ പോയിരുന്നേ. നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും, വന്നവർക്ക് ഓർമ്മ ഉണ്ടാവും. വന്മരക്കൊമ്പുകൾ തങ്ങളിലുള്ള ജലാംശമൊരു ചുടു കണ്ണുനീരാവിയായി വിണ്ണിന്നു നൽകിയും പിന്നെയും പിന്നെയും പച്ചപ്പൊടിപ്പുകൾ തുന്നിവെക്കുന്നതും നിൻ കരുണാമൃതം. പഞ്ചേന്ദ്രിയങ്ങൾ അറുത്തു ഹോമിച്ചതാം വഞ്ചിതാജ്വാല തൻ ഗ്രീഷ്മാന്തരത്തിലും നന്മയും തിന്മയും സ്നേഹമോഹങ്ങളും ഒന്നായുറയുന്ന മഞ്ഞുകാലത്തിലും all across the suns and spaces between us, you have come to show you പിന്നിലെ ടോപ്പിലേക്കോടിയല്ലോ പൊന്നുടു പോയിട്ടാദിത്യനീ വീട്ടിൽ. പിന്നിലെ ടോപ്പിലേക്കോടിയല്ലോ
അതെന്താണെന്ന് വെച്ചാൽ വായിച്ചടിന്റെ കുറവുകൊണ്ടാണ് ഇവിടെയൊക്കെ വെളുത്തു പോകുന്നത്. 250-260 ചെടികളുടെ വേരുകളും ഇലകളും കമ്പുകളും കഴിക്കുന്നതാണ്. ആ ആനക്കാട് നമ്മുടെ പനമ്പട്ട. അതായത് ഇന്ന് വരെ ഇത്ര വർഷം 10-48 വർഷമായിട്ട് കാട്ടിൽ പോകുന്നത് ഞാൻ ഇന്ന് വരെ കാട്ടിൽ ഒരു ആന കയറി പനയെ കയറി പനമ്പട്ട വെട്ടി നിരത്തിട്ട് തിരിഞ്ഞാൻ കണ്ടില്ല. ഇത് അലഞ്ചി എന്ന് പറയും. ഒരു മലയാളം ചോദിക്കാൻ മലയാളപ്പെട്ട അത് അതുപോലെ പുതുതായി ചുമതലയേറ്റ പള്ളിയിൽ പോയ ദിവസമാണ്. അപ്പോൾ അച്ഛൻ രാവിലെ കൈസ മാഷ് പറഞ്ഞു, അതുകൊണ്ട് എത്ര ഞാൻ അച്ഛനെ വിളിച്ച് ചോദിച്ചു, തീർന്നു ചോദിച്ചു. അച്ഛൻ പറഞ്ഞു കഴിഞ്ഞിട്ടില്ല, എല്ലാവരും ഇവിടെ തന്നെയാണ്. അതുകൊണ്ട് വളരെ സന്തോഷമാണ് ഇങ്ങനെയുള്ള ഒരു കൂട്ടായ്മയിലേക്ക് കടന്നു വരിക. പ്രത്യേകിച്ച് എം ജോർജ് അച്ഛൻ്റെ ഭവനം നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ചേരാനുള്ള ഒരു വലിയ അവസരമാണ്. സാധാരണ ഇവിടെ വന്നാലിരിക്കാനുള്ള യൂണിവേഴ്സിറ്റിയുടെ സെനറ്റ് പ്രസിഡന്റ് കൂടിയാണ്. അതായത് ഞങ്ങളുടെ തിയോളജിക്കൽ കോളേജസിലെല്ലാം സെമിനാരികളെല്ലാം അഫിലിയേറ്റ് ചെയ്തേക്കുന്ന ഡിഗ്രിക്ക് വേണ്ടി അഫിലിയേറ്റ് ചെയ്തേക്കുന്ന ഒരു പഴയ ബ്രിട്ടീഷുകാരുടെ കാലത്ത് യൂണിവേഴ്സിറ്റിയാണ് സലാംപൂർ. അതിൻ്റെ സെനറ്റ് പ്രസിഡന്റാണ് അദ്ദേഹം പ്രധാനമായിട്ടും. പിന്നെ മറ്റു ചുമതലകളെല്ലാം കൂടി വരും. അവിടെ വളരെ സന്തോഷത്തോടുകൂടി ഇതൊരു കവി കൂടിയാണ് കേട്ടോ. നമ്മുടെ പിന്നെ സംഗീതം വളരെ ഇഷ്ടപ്പെട്ട ആളാണ്. അതുപോലെ അദ്ദേഹത്തിന് അവിടെ ഒരു പ്രത്യേക സ്ഥലമുണ്ട്. അവിടെ അതിമനോഹരമായിട്ട് ഒരു കട്ടാഴിയിലെ അതിമനോഹരമായ സ്ഥലമുണ്ട്. ഗാന്ധി തിയേറ്റർ ഉണ്ട്. എപ്പോഴെങ്കിലും ഇവിടെ നിന്ന് പോകാൻ സാധിക്കുമെങ്കിൽ നല്ലതാണ് എന്നെനിക്ക് അഭിപ്രായമുണ്ട്. ഈ സമയത്ത് നമ്മുടെ ഇവിടെ കുടിക്കുന്നവരെ കുറിച്ച് അറിയാമായിരിക്കും. നമ്മുടെ എന്നെ നസീർ മാഷ് കൂടെ ഉണ്ട്. ഞങ്ങളുടെ അദ്ദേഹത്തിൻ്റെ കൂടെ അടുത്ത കുറേ ദിവസങ്ങൾക്ക് മുൻപേ വലിയ ഒരു സ്ഥലത്ത് വലിയൊരു ഐതിഹാസികമായ ഒരു യാത്ര നടത്തുകയും താമസിക്കുകയും ചെയ്തു. കൂട്ടിൽ കെട്ടി അങ്ങനെ ജെറ്റുണ്ടാക്കി അവിടെ കിടന്നു പോകുന്നത് മലയാളം മുകളിൽ. ആ യാത്രയിൽ ഉണ്ടായിരുന്നവരാണ് ഇവിടെ എല്ലാവരും തന്നെ. അപ്പോൾ അവർ തീരുമാനിച്ചുള്ള ഈ യാത്ര തുടരണം. അങ്ങനെ അവർ ദേവലോകത്തേക്ക് വന്നു. പാതാളം തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നാണ് അവർ വരുന്നത്. അപ്പോൾ ഇത് സന്തോഷത്തിൽ ഉറവുകളും
പ്രവാഹങ്ങളും അദ്ദേഹത്തെ കൈ കെട്ടിയ പെട്ടെന്ന് ജ്ഞാനം പകരുവാൻ ഗുരുവിനാകില്ല. ഗുരു ജ്ഞാനത്തിൻ്റെ ഉറവയല്ല, ഒഴുക്കുമല്ല. അന്തരാത്മാവിന്റെ ബോധം തൊട്ടുണർത്തുന്നതാരോ എന്തോ അത് ഗുരു. ഗുരു മന്ത്രമല്ല, മരീചികയുമല്ല, ധ്വനിയാണ്, സ്നേഹത്തിൻ്റെ ധ്വനി. ആത്മാവിനെ തൊട്ടുണർത്തുന്ന നിത്യ മാതൃത്വമാണ്. ചുരത്തുവാൻ ത്രസിക്കുന്ന മുലക്കണ്ണുകളാണ്. ഗുരു മാർഗമല്ല, ആദ്യമോ അന്തമോ അല്ല. ഗുരു നിമിത്തമാണ്, സൂചനയാണ്, തിരിച്ചറിവിനുള്ള സൂചന. ഗുരു പ്രകാശമല്ല, പ്രതിഫലനമാണ്, ഉറമയോ അവാസമോ അല്ല. അമ്മയുടെ ബർത്ത്ഡേ ഹോസ്പിറ്റലിൽ കാണാനായിട്ട് നിങ്ങൾക്ക് ഒന്നും അധികമായിരുന്നു. ഞാൻ കഴിഞ്ഞ നിങ്ങൾ പോയതിനു ശേഷം കാണാനാണ് ആഗ്രഹിച്ചത്. സാർ നേരത്തെ അഭിനയിച്ചതെന്ന് അറിയാം. ഭയങ്കര ഗംഭീരമാണ്. അതും സംഗീതമാണ്. ഗംഭീരമായിട്ട് പാടാൻ അറിയാം. ജന്മം എന്നാളും ആനന്ദ സാന്ദ്രം ധന്യം തന്നെ. ഇങ്ങനെ ഒരു പരിപാടി അച്ഛൻ അറിയിച്ചതനുസരിച്ച് അച്ഛൻ്റെ സുഹൃത്തുക്കളായ കുറച്ച് വിശിഷ്ട വ്യക്തികളും അവിടെ എത്തിച്ചേരുകയുണ്ടായി. സമ്പത്തിൽ മയങ്ങാതെ മണ്ണിൻ സൗഭാഗ്യം നേടാനായാൽ ആത്മഹത്യാ ദൈവസ്നേഹം